ഹലോ, എന്താണ് സുഖമല്ലേ? ഞങ്ങളിപ്പോൾ ഒരു മാസക്കാലമായിട്ട് ഞങ്ങൾ ഭരണത്തിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. നിങ്ങൾക്കിപ്പോൾ എന്താ പ്രശ്നം? നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പെൻഷൻ ഞങ്ങൾ ഓഫീസിൽ വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് പ്രശ്നം. അതങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്നും കൊണ്ടുവന്ന് തരാൻ പറ്റില്ല. അത് ശരി, പെൻഷൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരിക. അതൊക്കെ നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിലേക്ക്, ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് നിങ്ങൾ കൊണ്ടുവന്ന് തരണം. നിങ്ങൾ വന്നിട്ട് വാങ്ങിക്കണം. അവിടെ ഒപ്പിടണം, നിങ്ങൾ വാങ്ങിക്കണം. അതിനുള്ള കായും നിങ്ങൾ തരേണ്ടി വരും. അതൊന്നും ഇവിടെ നടക്കുന്ന കേസൊന്നുമല്ല. അതൊക്കെ പണ്ട് ഓറ്റങ്ങളൊക്കെ ചെയ്യും. ഓറ്റങ്ങൾക്ക് വേറെ പണിയൊന്നും ചെയ്യും. ആ ഓറ്റങ്ങൾ ഇങ്ങനെ നടക്കുക, ഓരോരുത്തരുടെ വീട്ടിൽ കൊണ്ടുകൊടുക്കുക. ഓറ്റങ്ങൾ ജാനങ്ങളായിട്ട് ഒറ്റക്ക് ആ മെഡിക്കൽ കോളേജിലൊക്കെ വെറുതെ മനുഷ്യന്മാർക്ക് ചോറ് കൊടുക്കണോ? വെറുതെ ആരെങ്കിലുമൊക്കെ ചോറ് കൊടുക്കുക ഒറ്റക്ക് ആൾക്കാർക്ക് വെറുതെ കൊടുക്കുക. എത്ര കാലം അയച്ചിട്ട് ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇതൊക്കെ കുത്തി തിരുമ്പുണ്ടാക്കണോ? വല്ലാത്ത പാഹന്മാരിട്ടത്. ഇപ്പോൾ അതാ പറഞ്ഞു, ജനവാസ മേഖലയിൽ ആന ഇറങ്ങിയിട്ട് 7 ആളെ കൊന്നത്. അത് പണ്ടൊക്കെ ഞങ്ങൾക്ക് വേദന ഉണ്ടായിരുന്നു. പണ്ട് നിങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വേദന ഉണ്ടാക്കി. കരഞ്ഞ് ഞങ്ങളുടെ കണ്ണിൽ വെള്ളമില്ല, തോട്ടിൽ വെള്ളമില്ല, കലാപണി പറഞ്ഞ കുളത്തിൽ വെള്ളമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് കൊന്നാലും വേണ്ടില്ല, ചത്താലും വേണ്ടില്ല. ഞങ്ങൾ ഭരിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല. ഈ ആന വല്ലാത്ത സാധനം കേട്ടോ. ഈ ആനകളെ കൊണ്ട് തോറ്റി ഞങ്ങൾ. പിന്നെ നിലമ്പൂർ ഞങ്ങളുടെ ഒരാളുണ്ടായിരുന്നു, നമ്മുടെ അബു. ഓനങ്ങൾ തോൽപ്പിച്ചില്ല അവിടുന്ന്. ഓനങ്ങൾ തോൽപ്പിച്ചില്ലേ? തീപ്പന്തം പോലെ കത്തും പറഞ്ഞ മനുഷ്യനാണ്. കോഴിക്കോട്ടങ്ങാടിയിൽ കാതിലിട്ട് നടക്കാൻ പറഞ്ഞ ആളാ. ഓനും നിങ്ങൾ തോൽപ്പിച്ച്. പിന്നെ ഓനുണ്ടെങ്കിൽ പിന്നെ ആനെ കുറച്ച് തോൽപ്പിയായിരുന്നു. ഓനും പോയി. പിന്നെ കെ എസ് ആർ ടി സിയിൽ കയറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് പുനഃപരിശോധിക്കട്ടെ. അന്ന് ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പുലിവാലികൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് നടക്കുമോ? സാമ്പത്തികം ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറയുന്നത്. അതിന് സാമ്പത്തികമല്ല, കുറേ നൂലാമാലകളുണ്ട് ഇത്രേ. അതിപ്പോൾ എങ്ങനെ ഇപ്പോൾ നോക്കാം, പുനഃപരിശോധിക്കാം. പുനഃപരിശോധന എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, ആ ഒരു വാക്കുള്ള കാര്യം രക്ഷപ്പെട്ട് അത് ഞങ്ങൾ കുറേ പുനഃപരിശോധിക്കും. പിന്നെ ബിരിയാണി അരി ഞങ്ങളുടെ കുട്ടിയായിരുന്നു. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ രമണി ചേച്ചിയുടെ മരുവൻ്റെ കുട്ടിയുടെ ഇളയച്ഛൻ്റെ മകൻ്റെ വലിയച്ഛൻ്റെ കുഞ്ഞാച്ചൻ്റെ മകൻ്റെ പേരക്കുട്ടിയുടെ അച്ഛൻ്റെ മോൻ്റെ ആരൊക്കെയാണ്. ഞങ്ങളുടെ കുട്ടിയാണ്. അപ്പോൾ ബിരിയാണി അരി ഇപ്പോൾ കൊടുക്കാനും പറ്റില്ല. സംഭവം നമ്മുടെ കുട്ടിയൊക്കെ തന്നെ ഉണ്ടായി. എങ്ങനെ ഇപ്പോൾ കൊടുക്കുക? കായുണ്ട്. കായ് ഞങ്ങളെ പോക്കറ്റ് നിറഞ്ഞിട്ടതിന് ശേഷം ഞങ്ങൾ കൊടുക്കുള്ളൂ. അത് ശരിയാദ്യ. പിന്നെ ഞങ്ങൾ കേരയിൽ എന്നൊക്കെ പറഞ്ഞാൽ മഞ്ഞക്കുറ്റിയൊക്കെ ഞങ്ങൾ കുത്തി ഊർക്കട്ട്. ഇനി ഞങ്ങൾ വേറെ ഒരു കുറ്റിയിട്ടാ. അത് ശരി, ഞങ്ങൾ കുറ്റിയിടാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ആ കുറ്റി ഞങ്ങൾ ഇടും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞാൽ, കുത്തിത്തിരിപ്പുണ്ടാക്കരുത്. എങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിച്ച് പോട്ടെ. ആ ഡൽഹി പോയിട്ട് ഞങ്ങൾ 2-3 ആൾക്കാർ തമ്മിലടിച്ചിട്ട് കബഡി കളിച്ചിട്ട് കിട്ടിയ ഫസ്റ്റ് സമ്മാനമൊക്കെ കിട്ടിയിരിക്കുകയാണ്. ഫസ്റ്റ് സമ്മാനം എൻ്റെ നാട്ടിലെ കുട്ടികൾക്ക് കായ് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ ഇവിടെ തല്ലി പൊടിച്ചുണ്ടാക്കിയ കിട്ടിയ സാധനമാണ്. പിന്നൊന്നും കുത്താൻ ഇനിയും ആൾക്കാർ കുറേ ഉണ്ട്. അത് കാരണം ഒന്ന് നിങ്ങൾ തമാശ കളിക്കരുത്. എങ്ങനെയെങ്കിലും ഒന്ന് ഞാനൊന്നും ഭരിച്ചോട്ടെ. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ കുറേ ബാറ് തുറന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ എവിടെ ബാറിന് ഞങ്ങൾക്കറിയില്ല. എന്തിനിപ്പോൾ അതൊക്കെ പൂട്ടുന്നത്? പൂട്ടിയാൽ പിന്നെ അതിൻ്റെ വരുമാനമൊക്കെ പൂജ്യേ. ഇപ്പോൾ ചോദിക്കുന്നത് ബാറ് പൂട്ടുന്നില്ല. ബാറൊന്നും പൂട്ടില്ല. ബാറ് പൂട്ടിയാൽ കായ് കണ്ടേ? ഇല്ല. പിന്നെ ശരി കേട്ടോ, എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഒരു പ്രശ്നത്തിന് വരരുത്. ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പോയിക്കോട്ടെ.